ഇന്ന് കണ്ടുപിടുത്തങ്ങളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സങ്കല്പത്തിനൊക്കെ ഒരുപാട് അപ്പുറത്താണ് കാര്യങ്ങൾ പോകുന്നതെന്ന് ഒരുപക്ഷെ നമ്മളിൽ പലർക്കും അറിയാമെന്നുള്ളത് വാസ്തവം തന്നെയാണ്. എന്നിരുന്നാൽ പോലും മറ്റൊരു കാര്യം നമ്മൾ ഇതോടൊപ്പം ചിന്തിക്കേണ്ടത്, കണ്ടുപിടുത്തങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് തന്നെ പ്രതികൂലങ്ങളുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട്, രോഗങ്ങളുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട്. ഭൂകമ്പങ്ങൾ, മഹാമാരികൾ, പ്രകൃതിക്ഷോഭങ്ങൾ മുതലായ ദുരന്തങ്ങളുടെ എണ്ണങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊന്നും വ്യക്തമായൊരു പരിഹാരം കണ്ടെത്താൻ ലോകത്തിൽ ആർക്കും കഴിയില്ല. തന്നെയുമല്ല, ഓരോ ദിവസവും ഇത് സങ്കല്പിക്കാൻ കഴിയാത്ത നിലയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. തൽക്കാലം നമുക്ക് വലിയ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ നമ്മുടെ സാമാന്യ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് അനുദിനം ആശ്വാസം കണ്ടെത്തി മുന്നേറുവാനുള്ള വഴി നോക്കാം. അതല്ലേ കുറെ കൂടി അഭികാമ്യം. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി വിശുദ്ധ മത്തായി എന്ന സുവിശേഷം 15-ാം അധ്യായം 28-ാം വാക്യം വായിക്കട്ടെ. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. 2000-ത്തിലധികം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ അടുക്കൽ വന്ന ഒരു സ്ത്രീയോട് പറഞ്ഞ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ വായിച്ചത്. നമ്മളൊക്കെ വിശ്വാസത്തിൻ്റെ പരിശോധന എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രസംഗത്തിൻ്റെയും അല്ലെങ്കിൽ ലേഖനത്തിൻ്റെയും ഒക്കെ പുറകെ ഓടുന്നവരാണ്. വാസ്തവത്തിൽ വിശ്വാസത്തിൻ്റെ പരിശോധന എന്തെന്ന് പോലും നമുക്ക് പലർക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ ഈ സ്ത്രീയോട് യേശു തമ്പുരാൻ ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞെങ്കിൽ അതിൻ്റെ പിന്നിലും ഒരു വിശ്വാസത്തിൻ്റെ പരിശോധന ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ശുശ്രൂഷ കാലയളവിൽ ആദ്യമായിട്ടാണ് യഹൂദ ജാതിക്ക് പുറമെയുള്ള ഒരാൾ ഇത്രത്തോളം വിശ്വാസത്തിൻ്റെ വെളിപ്പെടുത്തൽ നൽകുന്നത്. യേശു തന്നെ പറഞ്ഞു, എൻ്റെ പിന്നാലെ നിങ്ങൾ വരുന്നത് പലരും അപ്പം തിന്നതുകൊണ്ടാണ്, ചിലർ അടയാളങ്ങൾ കണ്ടതുകൊണ്ടാണ്. സത്യത്തിൽ ഇവർ അടയാളമൊന്നും കണ്ടിട്ട് വന്നവരല്ല, എന്തെങ്കിലും ഇതിനു മുമ്പ് കർത്താവിൽ നിന്ന് പ്രാപിച്ചിട്ടും വന്നവരല്ല. ഇവർ കേട്ട അറിവ് അങ്ങനെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എത്രയോ വർഷങ്ങളായി കർത്താവിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്, നമ്മൾ പ്രസംഗിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. എന്നിട്ട് ഇതുവരെ ഈ സ്ത്രീ പ്രകടിപ്പിച്ച നിലയിൽ ഒരു വിശ്വാസത്തിൻ്റെ വാക്ക് നമുക്ക് വെളിപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? യേശുവിൻ്റെ അടുക്കൽ തൻ്റെ മകളുടെ അവസ്ഥ ഒന്ന് വെളിപ്പെടുത്തി ഒരു വിടുതൽ ലഭിക്കുമെന്നോർത്താണ് അവൾ ഓടിയെത്തിയത്. എന്നാൽ ആദ്യത്തെ ചില നാഴിക അല്ലെങ്കിൽ ചില സമയങ്ങൾ തികച്ചും നിരാശാഭരിതമായ വാക്കുകളാണ് കർത്താവിൽ നിന്ന് ലഭിച്ചതെന്നുള്ളത് ഇവിടെ ഇതിനു മുമ്പിലുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തെ റെക്കമെൻഡേഷൻ ശിഷ്യന്മാരാണ്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ പിന്നാലെ ഒരുവൾ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണം. ആ സ്ത്രീ കേൾക്കെ തന്നെ കർത്താവ് പറയുന്ന മറുപടി, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. അവൾ പിന്മാറാൻ തയ്യാറായില്ല. അവൾ നിലവിളിയോടെ തന്നെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ പിന്നാലെ തന്നെയായി. തുടർന്ന് അവൾ യേശുവിനെ നമസ്കരിക്കാൻ തുടങ്ങി. എന്നെ സഹായിക്കണമേ എന്ന അവളുടെ കരച്ചിലിന് കർത്താവ് കൊടുത്ത മറുപടി ആരെയും അത്ഭുതപ്പെടുത്തും. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല, ഇങ്ങനെ തന്നെയാണ് കർത്താവ് പറഞ്ഞത്. പക്ഷേ അവൾ പറഞ്ഞു, അത് ഞാൻ സമ്മതിക്കുന്നു കർത്താവ്. എന്നാൽ നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു നുറുക്കെങ്കിലും എനിക്ക് ഇപ്പോൾ ലഭിച്ചാൽ മതി. ക്രിസ്തീയ ഗോളത്തിൽ ഭക്തരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്തി തൊഴിലാക്കിയവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഉപജീവന മാർഗമായി സ്വീകരിച്ചവരുടെ എണ്ണം ധാരാളമായി ഉണ്ട്. വാ തുറന്നാൽ വിശുദ്ധി, പ്രാർത്ഥന, ഭക്തി, ഇതല്ലാതെ വേറൊന്നും സംസാരിക്കില്ല. എന്നാൽ ഇങ്ങനെയുള്ള ആരുടെയെങ്കിലും അടുക്കൽ യേശു തമ്പുരാൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമായിരുന്നോ എന്ന് ഞാൻ സംശയിക്കുന്നു. കർത്താവ് അവരോട് ചോദിച്ചത് എങ്ങനെയാണ് പറഞ്ഞത്? സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. അതായത് ഇന്നത്തെ ഭക്തരായിരുന്നെങ്കിൽ കർത്താവിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചതൊക്കെ ശരിയാ, നിന്റെ ഇഷ്ടം നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവരുടെ വാ കൊണ്ട് വന്ന് ആവശ്യപ്പെട്ടതായിരിക്കില്ല, അല്ലെങ്കിൽ അവർ പറഞ്ഞ വാക്കുകളായിരിക്കില്ല അവരുടെ ഇഷ്ടം. അവരുടെ ഇഷ്ടം ഒരുപക്ഷെ ആരുടെയെങ്കിലും തകർച്ച തന്നെ ആയിരിക്കും. പുറമേ കാണുമ്പോഴുള്ള സ്നേഹവും ആ പ്രകടനവുമൊക്കെ ഇന്ന് പലരിലും പുറമേ മാത്രമേ ഉള്ളൂ, അകമയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, കർത്താവ് ഒരുപക്ഷെ ഇന്നായിരുന്നെങ്കിൽ അങ്ങനെ ചോദിക്കില്ലായിരുന്നു, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന്. നമുക്ക് അങ്ങനെ ആകാതിരിക്കാൻ ശ്രമിക്കാം. നമ്മുടെ വാ കൊണ്ട് പറയുന്നതും നമ്മുടെ ചിന്തയും ഒരുപോലെ ആയിരിക്കട്ടെ.
ദാവീദ് പ്രാർത്ഥിക്കുന്നത് പോലെ, യഹോവേ, എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. അകവും പുറവും ഒരുപോലെയാകാൻ നമ്മെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീയോട് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കും ദൈവത്തിൽ നിന്നും ഒരു മറുപടി നിശ്ചയമായും ഉണ്ടാവും. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയപ്പെട്ടക്കാർക്കും സ്തോത്രം. ഞങ്ങളെ നന്നായി അറിയുന്ന കർത്താവേ, ഞങ്ങളുടെ ചിന്തയും വാക്കുകളും ഒരുപോലെ സത്യസന്ധമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.